We have seen in class 8 that any odd number can be written as the difference of two perfect square. Using these to draw square of area 7 cm and 11 cm, what are the length of the sides of this square? 7 സെൻറ്റിമീറ്റർ ഏരിയ കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഈ 7 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഒന്ന് മാറ്റി വെച്ചിട്ട്. അപ്പോൾ 6 എന്ന് കിട്ടും. 6-നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ഒരു സൈഡ് 3 ഇടുക, അടുത്തത് മാറ്റി വെച്ച 1 ആ 3-ലൂടെ ആഡ് ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടും. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ √7 കിട്ടുക. 16-ന്ന് 9 കുറച്ചുമ്പോൾ നമുക്ക് ബി സിയുടെ ഭാഗത്ത് √7 കിട്ടും. അവിടെ വരയ്ക്കുന്ന ഒരു സ്ക്വയർ സൈഡ് √7-ഉം ഏരിയ 7-ഉം വരും. 7 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും. അടുത്ത് നമുക്ക് 13 ആണെങ്കിലും ഇതേപോലെ തന്നെ 13-ന്ന് 1 മാറ്റി വയ്ക്കുക, അപ്പോൾ 12 കിട്ടും. അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സൈഡ് 6 വരും, അടുത്ത സൈഡ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ 7 വരിക. അത് കൊടുക്കുന്ന ഹൈപ്പോട്ടനസിൻ്റെ വലിയ നമ്പർ ഹൈപ്പോട്ടനസിൻ്റെ ഭാഗത്തായിരിക്കും കൊടുക്കേണ്ടി വരിക. അത് 7-ൻ്റെ സ്ക്വയറിന് 6-ൻ്റെ സ്ക്വയർ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 13 കിട്ടും. ഇതേപോലെ ഏത് നമ്പറും ഏത് ഓഡ് നമ്പറും നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു 15 ഇരിക്കുക. 15 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം 1 മാറ്റി വയ്ക്കുക, അപ്പോൾ 14 കിട്ടും. അപ്പോൾ 14 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 7 വരും. അടുത്ത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 1 മാറ്റി വെച്ചത് 7-നോട് കൂട്ടുമ്പോൾ 8 വരും. 8-ൻ്റെ സ്ക്വയറിൽ നിന്ന് 7-ൻ്റെ സ്ക്വയർ കുറയ്ക്കുമ്പോൾ 15. √15 സൈഡ് വരിക. അവിടെ വരയ്ക്കുന്ന സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ സ്ക്വയറിനായിരിക്കും.